ഇടുക്കിയിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ഇടുക്കി തിങ്കൾക്കാട്ടിൽ 6 വയസ്സുകാരിയെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അസം സ്വദേശി കൃഷ്ണന്റെ മകൾ കൽപ്പനയാണ് മരിച്ചത്. കുട്ടിയെ കാറിനുള്ളിൽ ഇരുത്തി മാതാപിതാക്കൾ ഏലത്തോട്ടത്തിൽ ജോലിക്ക് പോയ സമയത്തായിരുന്നു ഈ അപകടം എന്നാണ് അറിയുന്നത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, അത്യന്തം ദുഃഖകരമായ ഒരു വാർത്തയാണിത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, ഉടുമ്പൻചോല പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽപ്പെട്ട തിങ്കൾക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപകടം നടന്നിരിക്കുന്നത്. ഈ അസം സ്വദേശിയായിട്ടുള്ള കൃഷ്ണന്റെ മകൾ കൽപ്പന, അവർ കുറച്ച് നാളുകളായിട്ട് കേരളത്തിലുണ്ട്. കൃഷ്ണനും ഭാര്യയും തോട്ടം തൊഴിലാളികളാണ്, ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതാണ്. കഴിഞ്ഞ 2 ദിവസമായി ഈ കൽപ്പന എന്ന 6 വയസ്സുകാരിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പനിയും ഛർദിയും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നുള്ള ചികിത്സ തേടുകയും ചെയ്തതാണ്. ഇന്ന് രാവിലെ ജോലിക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് തോട്ടത്തിലെത്തുകയും തോട്ടത്തിന് സമീപത്തായി നിർത്തിയിട്ടിരുന്ന തോട്ടം ഉടമയുടെ കാറിനുള്ളിൽ കുട്ടിയെ ഇരുത്തിയിട്ട് ജോലിക്ക് പോയതുമാണ് ഈ മാതാപിതാക്കൾ. എന്നാൽ ഈ കാറ് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ ഉടമ എത്തുകയും ഈ മാതാപിതാക്കളോട് കുട്ടിയെ കാറിനുള്ളിൽ നിന്ന് എടുക്കണമെന്ന് പറയുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ ഈ മാതാപിതാക്കൾ എത്തി നോക്കുമ്പോഴാണ് കുട്ടിക്ക് ബോധമുണ്ടായിരുന്നില്ല. ഉടൻ തന്നെ രാജാക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവിടെ എത്തിയപ്പോൾ കുട്ടിയുടെ മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. നിലവിൽ ഈ കുട്ടിയുടെ മൃതദേഹം രാജാക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഉണ്ടായിട്ടുള്ളതായി പോലീസ് പറയുന്നില്ല. ദേഹത്ത് മറ്റേതെങ്കിലും മുറിവുകളോ പാടുകളോ അസ്വാഭാവികമായിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നുള്ള മരണം തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് കണക്കാക്കുന്നത്. മറ്റ് വിശദമായിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിച്ചതിന് ശേഷമേ മനസ്സിലാക്കാൻ കഴിയൂ. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.